ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് നടന്നതാണ്. അപ്പോൾ നിലവിൽ ഈക്ക് മുമ്പ് സെയിം കംപ്ലൈൻറ്റ് കാണിച്ചിരുന്നു. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വന്ന് ചെക്ക് ചെയ്യണമെന്നത് സി ഡി യൂണിറ്റിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നതാണ്. റിപ്പീറ്റ് വീണ്ടും കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ നമ്മളത് സി ഡി യൂണിറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതാണ് ഇതിൻ്റെ ഇരുന്നിരുന്ന പഴയ സി ഡി യൂണിറ്റ്. സി ഡി യൂണിറ്റ് ഇടയ്ക്ക് ഹീറ്റിങ് കാണിക്കണം. അതേപോലെ തന്നെ ആ കംപ്ലൈൻറ്റ് വന്ന സമയത്താണ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുക. അപ്പോൾ സി ഡി യൂണിറ്റിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് 2227 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരും കേട്ടോ. ഐറ്റത്തിൻ്റെ റേറ്റാണ് 2227 രൂപ വരും. പിന്നെ നമുക്ക് താമസം വന്നതിൻ്റെ കാരണം ഇതില്ലേ, വണ്ടി ഇപ്പോൾ ഇന്നലെ വെച്ചിട്ട് നമുക്ക് കുറച്ച് താമസം വന്നു. അതിൻ്റെ ഇതിൽ ഈ വയറിങ്ങിൻ്റെ ഭാഗത്തും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇതിനകത്തേക്ക് വേണ്ടി സോക്കറ്റുകളൊക്കെ ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് പോലെയൊക്കെ ചില സമയത്ത് കാണിക്കുക. പുതിയത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഴക്കമുള്ളത് കൊണ്ട് കൂടി നമ്മളതാണ് മാറ്റി കളഞ്ഞാണ് കേട്ടോ. അത് സാധാരണ വയറിങ് കിറ്റായിട്ടാണ് നമുക്ക് വരാം. പക്ഷേ നമുക്ക് അതിൻ്റെ റിപ്പയർ കിറ്റ് മാത്രമായിട്ട് ഇത്രയും പീസ് നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് താമസം വന്നിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ബില്ലും കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇനി ജസ്റ്റ് ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് അതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. ഓക്കെ.